ഫ്രണ്ട്സ്, വെൽക്കം ടു Lyceum ക്ലാസ്സസ്. കമ്പ്യൂട്ടർ ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു ക്ലാസ്സാണ്. കമ്പ്യൂട്ടർ ബേസ് ആയിട്ടുള്ള സിലബസാണ് അതിൽ ഞാൻ ക്ലാസ് ഉദ്ദേശിക്കുന്നത്. കമ്പ്യൂട്ടർ ഗ്രാഫിക്സിനെ കുറിച്ചാണ് ഞാൻ ഈ ഫസ്റ്റ് ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. അതിൽ ഡിഗ്രി എൻജിനീയറിംഗ് സിലബസിനെ ആണ് ഫോളോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒരുവിധം എല്ലാം ഞാൻ ഫോളോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിലെന്തെങ്കിലും സ്കിപ്പ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങളത് എനിക്ക് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഞാൻ നോട്ട്സായിട്ട് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഇത് ഫസ്റ്റ് ക്ലാസ്സാണ്. ഈ ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ എന്താണ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് എന്നതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡിസൈൻ ആൻഡ് പിക്ചർ മിക്സ് ചെയ്തിട്ടുള്ളൊരു ടെക്നോളജിയാണ്. ഒരു വിഷ്വൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡാറ്റ എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് എന്ന് പറയുന്നത്. ഈ കമ്പ്യൂട്ടർ ഗ്രാഫിക്സിനെ നമ്മൾ മെയിനായിട്ട് രണ്ടായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നോൺ ഇൻ്ററാക്റ്റീവ് ആൻഡ് ഇൻ്ററാക്റ്റീവ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് എന്ന് പറഞ്ഞിട്ട്. നോൺ ഇൻ്ററാക്റ്റീവ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് കാണാൻ മാത്രമേ സാധിക്കുള്ളൂ. നമുക്ക് അതിനകത്ത് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അതായത് നമ്മളുടെ കൺട്രോളൊന്നും ഉണ്ടായിരിക്കില്ല. നമുക്ക് ജസ്റ്റ് കാണാം എന്താണോ നടക്കുന്നതെന്ന് മാത്രം. അതിന് എക്സാമ്പിളാണ് TV സെറ്റിൽ വരുന്നത്, TVയിലൊക്കെ വരുന്നത്. ഇൻ്ററാക്റ്റീവ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-way കമ്മ്യൂണിക്കേഷൻ പോസിബിളാണ്. യൂസർക്കും അതിൽ വർക്ക് ചെയ്യാം. അതിന് എക്സാമ്പിളായിട്ട് പറയുന്നതാണ് വീഡിയോ ഗെയിം എന്ന് പറയുന്നത്. ഓക്കെ, 2 ടൈപ്പ് ഓഫ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സിനെ കുറിച്ചാണ് പറഞ്ഞത്. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് ഒരു കമ്പ്യൂട്ടർ ഗ്രാഫിക്സിൽ വരുന്ന അപ്ലിക്കേഷൻസ് എന്നുള്ളതിനെ കുറിച്ചാണ്. മൂവി മേക്കിംഗ്, വീഡിയോ ഗെയിം, കമ്പ്യൂട്ടർ പ്രോഗ്രാം, സയൻറ്റിഫിക് മോഡലിംഗ്, ഡിസൈൻ ഓഫ് കാറ്റലോഗ്സ്, കൊമേഴ്ഷ്യൽ ആർട്ട്, അതുമാതിരി മെഡിക്കൽ ഫീൽഡിൽ, അങ്ങനെ ഒരുപാട് ഫീൽഡിൽ നമ്മൾ കമ്പ്യൂട്ടർ ഗ്രാഫിക്സിൻ്റെ അപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ എൻ്റർടൈൻമെൻറ്റിനും എഡ്യൂക്കേഷൻ പരമായിട്ടും മെഡിക്കൽ ഫീൽഡിലും സയൻറ്റിഫിക് റിസർച്ചിനും അങ്ങനെ ഒരുപാട് ഫീൽഡിൽ നമ്മൾ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ങനെ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ ഗ്രാഫിക്സിനെ, ഈ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനെ നമ്മൾ 4 സെക്ഷനായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് സെക്ഷൻ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് സെക്ഷൻ ആണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. അതാണ് ഡിസ്പ്ലേ ഇൻഫർമേഷനെ 4ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കമ്പ്യൂട്ടേഷണൽ ബയോളജി, കമ്പ്യൂട്ടേഷണൽ ഫിസിക്സ്, സയൻറ്റിഫിക് ഇൻഫർമേഷൻ ഓഫ് ഗ്രാഫിക്സ്. ഇതിൽ കമ്പ്യൂട്ടേഷണൽ ബയോളജി എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഫീൽഡിലും ബയോളജി, അതൊക്കെ മൈക്രോബയോളജി അങ്ങനത്തെ ഫീൽഡിലൊക്കെ ഗ്രാഫിക്സിലൂടെ അവരുടെ കാര്യങ്ങൾ, അതായത് മെഡിക്കൽ ഫീൽഡിൽ വരുന്ന ടേംസ്, അതുമാതിരി അതിനകത്ത് വരുന്ന ആറ്റമിക് സ്ട്രക്ചേഴ്സ്, അങ്ങനത്തെ കാര്യങ്ങളും, അതായത് മെഡിസിനൽ ആൻഡ് ഓപ്പറേഷണൽ കാര്യങ്ങളെല്ലാം ഗ്രാഫിക്സിലൂടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും. അടുത്തത് കമ്പ്യൂട്ടേഷണൽ ഫിസിക്സ്. കമ്പ്യൂട്ടേഷണൽ ക്വാണ്ടം തിയറി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാം. സയൻറ്റിഫിക് റിസർച്ച് സൈഡിലും നമുക്കതിനെക്കുറിച്ച് ഗ്രാഫിക്സിലൂടെ നമുക്ക് ചെയ്യാൻ സാധിക്കും. അതുമാതിരി ഗ്രാഫിക്സിൻ്റെ ഇൻഫർമേഷൻ. ഇനി സെക്കൻഡ് വണ്ണാണ് ഡിസൈൻ. സെക്കൻഡ് വൺ നമ്മൾ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് ഡിസൈനെ കുറിച്ചാണ്. ഡിസൈനിൽ പറയുന്നത് 3 സെക്ഷനാണ്. ഗ്രാഫിക് ഡിസ്പ്ലേ, കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസ്പ്ലേ, വെബ് ഡിസൈൻ. ഗ്രാഫിക് ഡിസ്പ്ലേയിൽ എല്ലാം നമുക്ക് ഡിസ്പ്ലേയുടെ കാര്യം തന്നെയാണ് പറയുന്നത്. ഗ്രാഫിക് ഡിസ്പ്ലേയിൽ എങ്ങനെയാണ് ഒരു ചെറിയൊരു ഒബ്ജക്റ്റിനെ ഒരു ഇൻട്രാക്റ്റീവായിട്ട് ഡിസ്പ്ലേ ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു എൻ്റർടൈൻമെൻറ്റ് സെക്ഷനിൽ എങ്ങനെയാണ് അത് ഡിസ്പ്ലേ ചെയ്യുന്നത് എന്നുള്ളത് ഗ്രാഫിക് ഡിസ്പ്ലേയിൽ പറയുന്നത്. കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ മെയിനായിട്ടത് മൊത്തത്തിലൊരു എൻജിനീയറിംഗ് സൈഡാണ്. കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ബിൽഡിങ്ങിന് നമ്മൾ അതിന് ഗ്രാഫിക് 3D ഡയമെൻഷൻ, 2 ഡയമെൻഷൻ പിക്ചേഴ്സായിട്ട് നമ്മൾ റെപ്രസെൻറ്റേഷൻ ചെയ്യാനൊക്കെ വേണം കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈനായിട്ട് ഉപയോഗിക്കുന്നത്. വെബ് ഡിസൈനിലും അതേപോലെ യൂസർ ഇൻറ്ററാക്റ്റീവായിട്ട് വെബ് ഡിസൈൻ ക്രിയേറ്റ് ചെയ്യുന്നത്. യൂസേഴ്സിനും കൂടെ ഇൻറ്ററാക്റ്റ് ചെയ്യാവുന്ന രീതിയിൽ, യൂസേഴ്സിന് അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ആഡ് ചെയ്തുകൊണ്ടാണ് ഇപ്പോഴത്തെ വെബ് ഡിസൈൻ എല്ലാം ചെയ്തിരിക്കുന്നത്. കുറച്ചുകൂടെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ,
അതിന് വേണ്ടിയിട്ടാണ് ഈ ഡിസൈൻ എന്നൊരു ഏരിയ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ആപ്ലിക്കേഷനിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 3 കോൺ സെക്ഷൻ ഉണ്ട്: ഗ്രാഫിക് ഡിസ്പ്ലേ, കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസ്പ്ലേ, വെബ് ഡിസൈൻ. ഇങ്ങനെ 3 സെക്ഷനാണുള്ളത്. ഇനി മൂന്നാമത്തെ യൂസർ ഇൻ്റർഫേസ്. യൂസർ ഇൻ്റർഫേസിനെ 3ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഡിജിറ്റൽ ആർട്ട്, വീഡിയോ ഗെയിം, വിർച്വൽ റിയാലിറ്റി. ഡിജിറ്റൽ ആർട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരുപാട് ആപ്ലിക്കേഷൻസ് എല്ലാം വന്നു തുടങ്ങി. അതിലെല്ലാം നമ്മൾ ഇൻട്രാക്ട് ചെയ്തുകൊണ്ട് ചെയ്യുന്ന ആർട്ടുകൾ, നമ്മൾ ചെയ്യുന്ന ഡ്രോയിങ്സ് ആയാലും പകുതി നമ്മൾ ചെയ്യുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി നെക്സ്റ്റ് ഫിനിഷ് ആവുന്ന പോലെ, അല്ലെങ്കിൽ ചെറിയ കുട്ടി മുതൽ വലിയ കുട്ടി വരെ ചേഞ്ച് ആവുന്ന ഗ്രാഫിക്സ്, അല്ലെങ്കിൽ വലിയ ആളിന് ചെറിയ കുട്ടിയാക്കുന്ന ഗ്രാഫിക്സ്, ഒരു ഫേസിനെ അനിമൽ ഫേസ് ആക്കുന്നത്, അങ്ങനത്തെ ഗ്രാഫിക്സ് ഒക്കെ ചെയ്യുന്നതാണ് ഡിജിറ്റൽ ആർട്ട്. വീഡിയോ ഗെയിം, ഒരുപാട് ഗെയിംസ് ഉണ്ട്. നമുക്ക് ഇൻട്രാക്ട് ചെയ്ത് കളിക്കാൻ പറ്റുന്ന ഗെയിംസ്, സിസ്റ്റത്തിനും യൂസർക്കും ഇൻട്രാക്ട് ചെയ്ത് കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരുപാട് ഗെയിംസ്, ഒന്നിൽ കൂടുതൽ ആൾക്കാർക്ക് അറ്റ് എ ടൈമിൽ കളിക്കാൻ പറ്റുന്ന ഗെയിംസ് ഉണ്ട്. വിർച്വൽ റിയാലിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ന്യൂസ് റീഡർ അയാൾ നിൽക്കുന്നത് അയാളുടെ സ്റ്റുഡിയോയിലായിരിക്കും. പക്ഷേ അയാൾ നമ്മളെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുമ്പോൾ അയാൾ ആ പർട്ടിക്കുലർ പ്ലേസിൽ, എവിടെയാണോ ഇൻസിഡൻറ്റ് നടന്നത് ആ പ്ലേസിൽ നിന്ന് നമ്മളോട് സംസാരിക്കുന്ന പോലെ, അതാണ് വിർച്വൽ റിയാലിറ്റി എന്ന് പറയുന്നത്. അങ്ങനെ ഒരു യൂസർ ഇൻ്റർഫേസ് എന്നുള്ള തേർഡ് ഏരിയനെ 3ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: ഡിജിറ്റൽ ആർട്ട്, വീഡിയോ ഗെയിം, വിർച്വൽ റിയാലിറ്റി. ഇങ്ങനെ 3ആയിട്ടാണ് ഈ ഒരു യൂസർ ഇൻ്റർഫേസ് എന്നുള്ള സെക്ഷന് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തത് തേർഡ് പാർട്ടാണ് പറയാവുന്നത്. തേർഡ് പാർട്ട് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഫസ്റ്റ് പാർട്ട് എന്തായിരുന്നു? ഡിസ്പ്ലേ. സെക്കൻഡ് പാർട്ട് എന്തായിരുന്നു? ഡിസൈൻ. തേർഡ് പാർട്ട് എന്താ പറഞ്ഞത്? യൂസർ ഇൻ്റർഫേസ്. ഇനി ഫോർത്ത് പാർട്ട് പറയുന്നത് സിമുലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു രൂപത്തിൽ നമ്മൾ കൊടുക്കുന്ന ഡാറ്റേനെ പ്രോസസ്സ് ചെയ്തിട്ട് വേറൊരു ഫോമിൽ പ്രസൻറ്റ് ചെയ്യുന്നതിനാണ് സിമുലേഷൻ എന്ന് പറയുന്നത്. മാത്സിൽ സിമുലേഷൻ ഉണ്ട്. അതേപോലെ തന്നെ കമ്പ്യൂട്ടർ ഗ്രാഫിക്സിൽ എന്താണ് സിമുലേഷൻ? അതിന് 3 സെക്ഷനായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: കമ്പ്യൂട്ടർ സിമുലേഷൻ, എഡ്യൂക്കേഷൻ, ഇൻഫർമേഷൻ വിഷ്വലൈസേഷൻ. കമ്പ്യൂട്ടർ സിമുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കമ്പ്യൂട്ടറിനകത്തേക്ക് നമ്മൾ കൊടുക്കുന്ന ഡാറ്റ അത് ഒരു ഡെഡ് ഡാറ്റ ആയിരിക്കും. അല്ലെങ്കിൽ ഒരു ഡെഡ് ഡാറ്റ മീൻസ് ഒരു റിയാക്ഷനും ഒരു ആക്റ്റീവും അല്ലാത്തൊരു ഡാറ്റേനെ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് എന്നുള്ള പ്രോസസ്സിലൂടെ ഇൻട്രാക്റ്റീവ് ഡാറ്റയായിട്ട് പ്രസൻറ്റ് ചെയ്യാം. അതാണ് കമ്പ്യൂട്ടർ സിമുലേഷൻ എന്ന് പറയുന്നത്. എഡ്യൂക്കേഷനും അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. എഡ്യൂക്കേഷനിൽ നമ്മൾ ഇങ്ങനെ പറഞ്ഞ് ഒരു സ്ക്വയർ ഉണ്ട്, ഒരു റെക്റ്റാങ്കിൾ ഉണ്ട്, ഒരു ക്യൂബ് ഉണ്ട് എന്ന് വായ കൊണ്ട് പറയുന്നതിനേക്കാളും ആ കുട്ടിയുടെ മുന്നിൽ ആ ഒരു ഷേപ്പ് ഒരു 3 ഡയമെൻഷണൽ 2 ഡയമെൻഷണൽ വ്യൂവിൽ ഒരു കുട്ടിയുടെ മുന്നിൽ അത് പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് അതിനെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ സാധിക്കും. പ്രത്യേകിച്ച് മാത്സ്, ആൾജിബ്ര അല്ലെങ്കിൽ ഫിസിക്സിൽ, കെമിസ്ട്രിയിൽ, ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ അതിനുള്ളതിനെല്ലാം ഒരു പിക്ചറൽ റെപ്രസെൻറ്റേഷനായിട്ട്, ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനായി മാറ്റി കുട്ടികൾ കാണാൻ സാധിക്കും. അങ്ങനെ ആ ഒരു മാറ്റം വരുത്തുന്നതിനാണ് സിമുലേഷൻ പറയുന്നത്. ഇൻഫർമേഷൻ വിഷ്വലൈസേഷൻ സെയിം തന്നെയാണ് കാര്യം ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ ഫോർ എക്സാമ്പിൾ പറയുകയാണ്, ഒരു വലിയൊരു ബിസിനസ് മീറ്റിങ്ങിൽ നമ്മൾ പറയുന്ന കാര്യം, ആ ബിസിനസ്സിൽ നമ്മൾ വായ കൊണ്ട് പറഞ്ഞ് ഫലിപ്പിക്കുന്ന കാര്യം നമ്മളതിനെ വിഷ്വലി റെപ്രസെൻറ്റ് ചെയ്തിട്ട്, നമ്മളിപ്പോൾ ഒരു ബിൽഡിങ്ങിന് ചിത്രം വെറുതെ കാണിച്ചു കൊടുക്കാൻ, പ്ലാൻ വെറുതെ കാണിച്ചു കൊടുക്കുന്നതിന് പകരം നമ്മൾ ആ ഗ്രാഫിക്കായിട്ട് നമ്മൾ ആ ഡോർ ഓപ്പൺ ചെയ്യുന്നു, നമ്മൾ അതിനകത്ത് കയറി പോകുന്നു, ഇത് ലെഫ്റ്റ്, ഇത് റൈറ്റ്, ഇതവിടെ, ഇത് കിച്ചൺ, ഇത് ബാൽക്കണി, അങ്ങനെ പറഞ്ഞ് നമ്മൾ അതിൽ നമ്മളെ യൂസറിനെ അതിൻ്റെ ഒപ്പം നമ്മൾ കൊണ്ടുപോകുന്ന രീതിയാണ്. അങ്ങനെ ആ ഒരു ചേഞ്ച്, നമ്മളെ ഒരു ഡമ്മി ആയിട്ടുള്ളൊരു ഇമേജിനെ നമ്മൾ വിഷ്വലി റെപ്രസെൻറ്റ് ചെയ്ത് വിഷ്വലി യൂസേഴ്സിനെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റുന്ന ആ ഇൻഫർമേഷൻ വിഷ്വലൈസേഷനെയാണ് സിമുലേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ഗ്രാഫിക്സിൻ്റെ ആപ്ലിക്കേഷനെ 4 ഏരിയ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഡിസ്പ്ലേ, സെക്കൻഡ് വൺ ഡിസൈൻ, തേർഡ് വൺ യൂസർ ഇൻ്റർഫേസ് ആൻഡ് ഫോർത്ത് വൺ സിമുലേഷൻ. ഓക്കെ, ഈ 4 കാര്യങ്ങളാണ് ഇപ്പോൾ കമ്പ്യൂട്ടർ ഗ്രാഫിക്സിൻ്റെ ആപ്ലിക്കേഷൻ ഏരിയയിൽ പറഞ്ഞിരിക്കുന്നത്. അത്രയും കാര്യങ്ങൾ ആണ് ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് എന്താണ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് എന്ന് പറഞ്ഞു, കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് എത്ര ടൈപ്സ് ഉണ്ടെന്ന് പറഞ്ഞു, എന്തൊക്കെയാണ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞു, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനെ 4 ഏരിയ ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക.